പേരങ്ങ് പറഞ്ഞ സഹാബികളെ സ്നേഹിച്ച കഥകളൊക്കെ അറിയുമല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്ത് സ്നേഹിച്ച കഥ, അതായിരുന്നു സ്നേഹം. ഇതൊക്കെ ഇവിടെ എന്ത് സ്നേഹം? എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ കാണാം മഹാനായ ഉബൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു, മഹാനവരുടെ ചബരം ഉബൈസുൽ അസ്ലമി. അള്ളാഹുവെ പടച്ചവനെ, ആ മഹാന്റെ ചരിത്രം. അള്ളാഹുവെ പടച്ചവനെ മുത്തി നബിയെ കണ്ടിട്ടില്ല, ഉവൈസ് നബി കണ്ടിട്ടില്ല. ഇസ്ലാമിലേക്ക് പ്രബോധനവുമായി കടന്നു ചെന്നു. സഹാബത്തിന്റെ പ്രബോധനം കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഉബൈസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മുത്തുനബിയെ കാണണം. അള്ളാഹുവെ, വാപ്പയില്ല, ഉമ്മ മാത്രമേ ഉള്ളൂ. ഉവൈസ് മനസ്സിൽ ഇങ്ങനെ പ്രവാചകന് സ്വലാത്ത് പറഞ്ഞ് സലാം പറഞ്ഞ് ഹൃദയം നിറച്ച പ്രവാചകനോടുള്ള മഹബത്ത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വല്ലാത്ത സ്നേഹം. പക്ഷേ പ്രായം ചെന്ന ഉമ്മ മാത്രമേ ഉള്ളൂ. ഒരിക്കൽ ഉബൈസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ സഹാബ നബി കണ്ടിട്ടില്ലെങ്കിലും എന്റെ പ്രിയമുള്ളവരെ അതേ തട്ടിൽ തന്നെയാ. ഉവൈസുൽ ഖർനി തന്റെ മാതാവിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, ഉമ്മ, എനിക്ക് മുത്തുനബിയെ ഒന്ന് കാണാൻ പോകണം, മദീന വരെ ഒന്ന് പോണം ഉമ്മ, എനിക്ക് മദീന വരെ ഒന്ന് പോകണം, അള്ളാന്റെ റസൂലിനെ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് കാണണം ഉമ്മ. ഉമ്മ പറഞ്ഞു, മോനെ, നീ പോയാ എനിക്ക് ആരാ ഉള്ളേ? ഞാൻ രോഗിയാ, എനിക്ക് ആരാ മരുന്നെടുത്ത് തരാ? എന്നെ ആരാ സഹായിക്കാ? നമ്മുടെ വീടിന്റെ പരിസരത്ത് ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനാ മോനെ? എന്റെ മോൻ പോയാ, ഞാൻ പെട്ടെന്നെങ്ങാനും മരിച്ചുപോയാ ആരാ എന്റെ മയ്യത്ത് സ്കരിക്ക, എന്റെ മയ്യത്ത് കുളിപ്പിക്ക? ആരാ മോനെ എനിക്കുള്ളത്? എന്റെ പൊന്നുമോൻ ഇപ്പൊ പോകണോ? എന്റെ മോൻ ഇപ്പൊ പോകണ്ട. അള്ളാഹുവെ, തന്റെ പ്രിയപ്പെട്ട മാതാവ് രോഗിയ ഉമ്മ പറഞ്ഞു, മോനെ, എനിക്കൊന്ന് ആരോഗ്യമായ ഞാൻ നിന്നെ വിട്ടേക്കാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ വാക്ക് കേട്ടു. അവിടെ നിന്ന് ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്തു. അള്ളാഹുവെ, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ രോഗത്തിന് ചെറിയ ഒരു ശമനം വന്നു. ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഉവൈസേ, ഒരുപാട് ദിവസമൊന്നും തരാനില്ല, കുറച്ചു ദിവസം ഞാൻ നിനക്ക് തരാം. കുറച്ചു ദിവസം അങ്ങോട്ട് യാത്ര ചെയ്യാനും ഇങ്ങോട്ട് യാത്ര ചെയ്യാനുമുള്ള ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ തരാം, നിനക്ക് മദീനത്ത് നിൽക്കാം, മുത്തുനബിയെ പോയി കാണാൻ. അല്ലാഹുവേ, ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ ഉമ്മയുടെ രോഗം ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞപ്പോൾ, ഉമ്മയ്ക്ക് ചെറിയ ആരോഗ്യമൊക്കെ ആയപ്പോൾ ഉവൈസുൽ ഖർനിയെ വിളിച്ചിട്ട് പറയുന്നു, മോനെ, ഒരേ ഒരു ദിവസം നിനക്ക് മദീനത്ത് നിൽക്കാം. അങ്ങോട്ട് യാത്ര ചെയ്യാറുള്ള ദിവസം, ഇങ്ങോട്ട് യാത്ര ചെയ്യാറുള്ള ദിവസം, ഒരുപാട് ദിവസം നീ മദീനയിൽ നിൽക്കാൻ പാടില്ല. ഒറ്റ ദിവസം നീ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തു. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരണേ മോനെ. ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു എന്തൊരു സന്തോഷമെന്നറിയോ? പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായി മദീനത്തേക്ക് പോകുകയാണ്. റബ്ബേ, എത്രയോ നാളുകൾ കൊണ്ട് കാത്തിരിക്കുകയാണ് മുത്തുനബിയെ കാണാ. മദീനത്തേക്ക് പോകുമ്പോ പടച്ചവനെ അല്ലാ, മദീനയോടടുക്കുമ്പോ തന്നെ റബ്ബേ, ഉവൈസുൽ ഖർനി കരയാൻ തുടങ്ങി. സന്തോഷം കൊണ്ട് കരയുകയാണ്. അവസാനം പ്രവാചകനെ തേടി ഇങ്ങനെ നടക്കുകയാണ്. പല സ്ഥലങ്ങളിലും പോയി. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ മുന്നിലെത്തുമ്പോഴാണ് ഉവൈസുൽ ഖർനി അറിയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു യുദ്ധത്തിന് പോയിരിക്കുകയാ, അള്ളാന്റെ റസൂൽ ഒരു യുദ്ധത്തിന് പോയിരിക്കുകയാ. ഉവൈസുൽ ഖർനി തളർന്നു വീഴുകയാണ്. പടച്ചവനെ, എനിക്ക് മുത്തുനബിയെ കാണാൻ പറ്റിയില്ലല്ലോ. ഉമ്മ ഒരേ ഒരു ദിവസമാണ് അനുവാദം തന്നിരിക്കുന്നത്. അവിടെ വൈകുന്നേരം വരെ കാത്തു നിന്നു. അള്ളാഹുവിന്റെ റസൂലിനെ കാണാതെ വന്നപ്പോ അതാ ഉവൈസുൽ ഖർനി തന്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. പടച്ചവനെ, തന്റെ ഉമ്മയുടെ അടുക്കൽ പോയി. ഉമ്മ ചോദിച്ചു, കണ്ടോ ഉവൈസേ, മുത്തുനബിയെ കണ്ടോ പൊന്നുമോനെ? ഇല്ല ഉമ്മ, എനിക്ക് പ്രവാചകനെ കാണാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ യുദ്ധത്തിന് പോയിരിക്കുകയാണ്. പടച്ചവനെ, ഉവൈസ് ഒരു തീരുമാനമെടുത്തു. പടച്ചവനെ, ഇനി ഞാൻ ഉമ്മാനെ ഇട്ടിട്ട് പോകൂല. എന്റെ ഉമ്മയുടെ മരണശേഷമേ ഞാൻ ഇനി അള്ളാന്റെ റസൂലിനെ കാണാൻ പോകൂ. ഇനിയുള്ള കാലം എന്റെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യാ. പടച്ചവനെ, അതാ മുത്തുനബിയോട് സ്നേഹമുള്ള ഉവൈസ് ഉണ്ടല്ലോ, തന്റെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് പിൽക്കാലം ഇങ്ങനെ നീട്ടുകയാണ്. പടച്ചവനെ, അതാ രാവിലെ എത്തിക്കഴിഞ്ഞ വഴിയിൽ ഇങ്ങനെ പോയി നിൽക്കും ചെറുപ്പക്കാരാ. യാത്രക്കാര് നടന്നു വരുന്ന വഴിയിൽ ഇങ്ങനെ ഉവൈസ് കാത്തു നിൽക്കുകയാണ്. മദീനത്ത് നിന്ന് വരുന്നവരെ കണ്ടാ ചോദിക്കും, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടോ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടോ?
കണ്ടെന്ന് പറയുന്നവരുടെ നെറ്റിയിൽ ഉമ്മ വെക്കുകയാ. റസൂലുള്ളാഹിനെ കണ്ട മുഖമാണല്ലോ, മുത്തുനബിയെ കണ്ട മുഖമാണല്ലോ, കെട്ടിപ്പിടിച്ചിട്ട് അവരുടെ കണ്ണുകളിൽ ചുംബിക്കുകയാ. കാരണം പ്രവാചകന് അത്രയ്ക്ക് സ്നേഹമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഉവൈസ് അൽ-ഖർനി റളിയല്ലാഹു തആല അൻഹു അവസാനം തന്റെ ഉമ്മ രോഗിയായി. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, അവിടുന്ന് ഉമ്മ രോഗിയായി, പെട്ടെന്ന് ഉമ്മ മരണപ്പെട്ടു. ഉവൈസ് അൽ-ഖർനി റളിയല്ലാഹു തആല അൻഹു തന്റെ ഉമ്മയുടെ ജനാസ കുളിപ്പിച്ചു, അവിടുന്ന് ഖബറടക്കി. പടച്ചവനെ, എന്നിട്ട് ഉമ്മാടെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ഉവൈസ് അൽ-ഖർനി കരഞ്ഞുകൊണ്ട് പറയുന്ന, ഉമ്മ, ഞാൻ മുത്തുനബിയെ കാണാൻ പോകുകയാ, അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാൻ പോവുകയാണ്. ഇനി തിരിച്ചു വരില്ല ഉമ്മ, ഇനി ഉവൈസി നാട്ടിലേക്ക് വരില്ല ഉമ്മ. ഇനിയുള്ള കാലം എനിക്ക് മുത്തുനബിയെ കണ്ടുകൊണ്ട് മദീനത്ത് കിടക്കണം, എനിക്ക് അവിടെ കിടന്ന് മരണപ്പെടണം. ഉമ്മാടെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ഉവൈസ് അൽ-ഖർനി അവിടുന്ന് പൊട്ടിക്കരഞ്ഞ് യാത്ര പറയുകയാ. അവിടുന്ന് സ്വലാം പറഞ്ഞ് പിരിയുകയാണ്. അവിടുന്ന് യാത്ര തുടങ്ങി. അതാ ഒരു കഫീല വരികയാണ്. ഒരു സംഘം മദീനയിലേക്ക് പോകുന്നു. അതാ ഉവൈസ് അൽ-ഖർനി അവരുടെ കൂടെ കയറുകയാണ്. പടച്ചവനെ, വല്ലാത്ത സന്തോഷം. മുത്തുനബിയെ കാണാമല്ലോ, മുത്തുനബിയുടെ നാട്ടിലിന് കഴിയാമല്ലോ, എനിക്കും സ്വഹാബിയാകാൻ കഴിയുമല്ലോ, എനിക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാകാമല്ലോ. ഉവൈസ് അൽ-ഖർനി അതാ അവരുടെ കൂടെ സഞ്ചരിക്കുകയാണ്. പടച്ചവരെ, മദീന എടുക്കാറാകുമ്പോ യാത്രക്കാര് പരസ്പരം എന്തോ സംസാരിക്കുകയാ. യാത്രക്കാര് പരസ്പരം സംസാരിക്കുകയാണ്. റബ്ബേ, അവരെ പരസ്പരം സംസാരിക്കുന്നുണ്ട്. പലരും ഇരുന്ന് കരയുന്നുണ്ട്. അവസാനം ഉവൈസ് അൽ-ഖർനി ചോദിച്ച്, എന്താണ് നിങ്ങൾ കരയുന്നത്? ആ യാത്രക്കാര് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്ന് രാവിലെ സുബഹിയുടെ സമയത്ത്, ഇന്ന് സുബഹി കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തായി. ഉവൈസ് അൽ-ഖർനി റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞ് താഴെ വീണുപോയി. റബ്ബേ, മുത്തുനബി വഫാത്തായെന്ന് കേട്ടപ്പോ ഉവൈസ് അൽ-ഖർനി അതാ നിലവിളിച്ചുകൊണ്ട് റബ്ബേ താഴെ വീഴുകയാ. അല്ലാഹുവേ, അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. അതാ മരുഭൂമിയിലൂടെ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. പടച്ചവനെ, പിന്നെ ഒരുപാട് നാട് കഴിഞ്ഞു. ഉവൈസിനെ ആരും കണ്ടിട്ടില്ല. പക്ഷേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഇത്രയും പ്രവാചകനെ സ്നേഹിക്കുന്ന ഉവൈസിനെ അല്ലാഹുവിന്റെ റസൂലിന് അറിയാമായിരുന്നു. മുത്തുനബി മറന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നതിന് മുമ്പ് പ്രവാചകൻ ഉമർ തങ്ങളോട് പറഞ്ഞിരുന്നു, ഉമർ, ഉവൈസ് അൽ-ഖർനിയെ കണ്ടാ ദുആ ചെയ്യിപ്പിക്കണേ ഉമറേ. ഉവൈസ് അൽ-ഖർനിയുടെ ദുആയിക്ക് ഇജാബത്തുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. ചരിത്രം പറയുകയാ, ഓരോ വർഷവും ഹജ്ജിന്റെ സമയമാകുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് വിളിച്ചു ചോദിക്കുമായിരുന്നു, ഉവൈസ് എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച ഉവൈസ് എന്ന് പറയുന്ന ആരെങ്കിലും ഹജ്ജിന് വന്നിട്ടുണ്ടോ? ഓരോ വർഷവും അവിടുന്ന് വിളിച്ചു ചോദിക്കുകയാ. അങ്ങനെ ഓരോ വർഷവും കഴിഞ്ഞു. അവസാനമല്ല ഉവൈസ് അൽ-ഖർനി അങ്ങനെ ഒരു ഹജ്ജിന്റെ വേളയിൽ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കണ്ടുമുട്ടുകയാണ്. പ്രവാചകൻ അവിടുന്ന് അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഉമർ തങ്ങളെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉവൈസേ, അല്ലാഹുവിന്റെ റസൂലിന് നിന്നെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പ്രവാചകൻ എന്നോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു, നിന്നെ കണ്ടാ ദുആ ചെയ്യിപ്പിക്കണം, നിങ്ങളെ കണ്ടാ ദുആ ചെയ്യിപ്പിക്കണം.
ജീവിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉവൈസുൽ ഖർണിയുടെ കയ്യിൽ പിടിച്ചിട്ട് ദുആ ചെയ്യാ പറഞ്ഞു ദുആ ചെയ്യിപ്പിച്ചു എന്ന് ചരിത്രം പറയുമ്പോ അതാണടാ പൊന്നുമോനെ സ്നേഹം, അതാണടാ പൊന്നുമോനെ സ്നേഹം. നിനക്ക് കാണണ്ടേ, അതല്ലേ സ്നേഹമെന്ന് പറഞ്ഞ മദീനയുടെ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബിയെ നിന്റെ വീടിന്റെ അകത്ത് കൊണ്ടുവരണമടാ ചെറുപ്പക്കാരാ, സ്നേഹിക്കണമടാ പൊന്നുമോരെ. ഈ പെരിന്തൽമണ്ണയിലെ നിന്റെ കൂരയ്ക്കകത്തേക്ക് മുത്തുനബിയെ നീ കൊണ്ടുവരണം ചെറുപ്പക്കാരാ. അങ്ങനെ ഒരു ബന്ധമുണ്ടാക്കിയെടുക്കു പൊന്നുമോനെ. സ്വലാത്തുകൾ പറ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ ഹയാത്താക്ക്. ആ പ്രവാചകനോട് സ്വലാത്തും സ്വലാബുകളും പറഞ്ഞിട്ട് നീ ഒരു ബന്ധമുണ്ടാക്കിയെടുക്ക്. അവസാനം പ്രവാചകനോട് നിന്നെ സ്നേഹം കൂടിയാ, അല്ലാഹുവിന്റെ റസൂലെങ്ങാനും നിന്നെ ഇഷ്ടപ്പെട്ടാ വരുവടാ നിന്നെ തേടിയിട്ട്.